ഇന്ന് ഞാൻ ഹിന്ദിക്കാരുടെ രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. എണ്ണയൊന്നും ചേർക്കാതെ തീയിൽ കനലിൽ അല്ലെങ്കിൽ തീയിൽ ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളും തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഗോതമ്പ് മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് കുഴച്ചെടുക്കണം. ഈ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുമ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഒന്നിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ച് കഴിയുമ്പം ഒരു പക്ഷേ അതിനകത്ത് വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ സോഫ്റ്റ് ആകാനും സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം കുറേശ്ശെ കുഴച്ച് കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നേരം എടുത്ത് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. പെട്ടെന്ന് കുഴച്ചെടുത്താൽ ചപ്പാത്തി അധികം സോഫ്റ്റ് ആകത്തില്ല. ഹിന്ദിക്കാരൊക്കെ ഈ ആട്ട കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ കുറച്ച് സമയമെടുത്ത് അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ് ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യുക, അഭിപ്രായം കൂടി അറിയിക്കുക. ഇതുപോലെ ഞാനിവിടെ ആട്ട നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അല്പം എണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആക്കി എടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങളിതുപോലെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ഹിന്ദിക്കാരൊരിക്കലും നോർത്ത് ഇന്ത്യക്കാർ ഒരിക്കലും എണ്ണ തേക്കത്തില്ല അധികം. പിന്നെ അവർ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പറയുന്നത് അത് പൊറോട്ടയാണെന്നാണ് പറയുന്നത്. എണ്ണ തേക്കാതെ തന്നെ ഇതുപോലെ അവർ റൊട്ടി ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉരുളയാണ് എടുത്തത്. ചപ്പാത്തിയുടെ അത്രയും വേണ്ട, അതിൽ ഇച്ചിരി കൂടെ കുറച്ചായിട്ട് എടുത്തിട്ട് നല്ലവണ്ണം ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിന് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കണം. പിന്നെ പരത്തിയെടുക്കുമ്പം അധികം കനം കുറയാൻ പാടില്ല. ചപ്പാത്തിയുടെ അത്രയും കനം കുറച്ചെടുക്കല്ലേ, ഇച്ചിരി കട്ടിക്ക് തന്നെ എടുത്തിരിക്കണം. ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. ഇതുപോലെ ചപ്പാത്തിയുടെ അത്രയും വലിപ്പം വേണ്ട, അതിൽ കുറച്ച് ഈ രീതിയിൽ കനത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. ഇത് ചപ്പാത്തിക്ക് പരത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ചപ്പാത്തിക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് പരത്തിയ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം അധികം വെന്ത് പോകുന്നതിന് മുമ്പായിട്ട് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ആ സൈഡ് തന്നെ വേണം നമുക്ക് തീയിൽ വെച്ച് ചുട്ടെടുക്കാൻ. അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊങ്ങി വരാൻ ചിലപ്പോൾ സാധ്യത കാണത്തില്ല. കാരണം തിരിച്ചും മറിച്ചും ഇടുന്നതിനകത്തും വ്യത്യാസം വരും, ഇതുപോലെ ഇങ്ങനെ പൊള്ളി വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ ആദ്യം ചപ്പാത്തി എല്ലാം കൂടെ പരത്തി വെച്ചതിന് ശേഷം പിന്നെ ചുട്ടെടുത്താലും മതി. ചിലർക്ക് അങ്ങനെയുള്ള സ്പീഡ് കാണത്തില്ല. അതുപോലെ തന്നെ ചപ്പാത്തി ഈ തീയിൽ ചുട്ടെടുക്കുമ്പോൾ അത് തീ കൂട്ടി വെച്ച് തന്നെ വേണം അത് ചുട്ടെടുക്കാനായിട്ട്. കൈപൊള്ളാതെ എന്തെങ്കിലും പക്കട് പിടിച്ച് അല്ലെങ്കിൽ ചട്ടുകത്തിലോ വെച്ച് പിടിച്ച് വേണം അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും. പിന്നെ തീ കൂട്ടി വെച്ചില്ല എങ്കിൽ അതിൻ്റെ 4 സൈഡും വേഗത്തില്ല. അതുകൊണ്ടാണ് തീ കൂട്ടി വെക്കണമെന്ന് പറഞ്ഞത്. തീ കൂട്ടി വെച്ച് തന്നെ അത് ചുട്ടെടുക്കണം. ഇതുപോലെ ഈ രീതിയിൽ പെട്ടെന്ന് അത് വെന്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തിരിച്ചിട്ടിട്ട് ആ സൈഡ് തന്നെ തീയിലേക്ക് വെച്ച് കൊടുക്കുക. അന്നേരം അത് നല്ലവണ്ണം പൊള്ളി വരും എന്ന് പറഞ്ഞ് പൊങ്ങി വരും. അങ്ങനെ തന്നെ നിങ്ങൾ ചുട്ടെടുക്കുക. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നെയ്യ് ചേർത്ത് കഴിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.